ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എപ്പോക് PSC. ഇന്ന് നമ്മൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള ഒരു 2 മാസത്തെ സ്റ്റഡി പ്ലാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. പൊതുവിജ്ഞാനം, കറണ്ട് അഫയേഴ്സും നവോത്ഥാനം എല്ലാം കൂടി ചേർത്ത് 60 മാർക്കിനും, ശാസ്ത്രത്തിന് 20 മാർക്കിനും, ഗണിതവും ലഘുഗണിതവും മാനസിക ശേഷിയും കൂടെ ചേർത്ത് 20 മാർക്ക്, അങ്ങനെ മൊത്തം 100 മാർക്കിനാണുള്ളത്. ഇതിനകത്ത് ഇംഗ്ലീഷ് ടോപ്പിക് ഉൾപ്പെടുന്നില്ല. ഇംഗ്ലീഷ് ടോപ്പിക്ക് മെയിൻ എക്സാമിന് മാത്രമേ ഉള്ളൂ. GKയുടെ 60 മാർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 45+ സ്കോർ ചെയ്യാൻ നോക്കണം. സയൻസിൻ്റെ 20 മാർക്ക് ഒരു 16 മാർക്കിന് മുകളിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. മാത്സിൽ 20 ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 18 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലത് അവർ കറക്റ്റ് ആൻസർ കാണത്തില്ല. നമ്മളതുകൊണ്ട് മാത്സ് ലാസ്റ്റ് ചെയ്യാൻ നോക്കണം. കാരണം അല്ല, നമ്മൾ ആദ്യം മാത്സും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. പിന്നെ നമുക്ക് മൊത്തം ക്വസ്റ്റിനും വായിച്ചെത്താൻ പോലും പറ്റത്തില്ല. അതിനാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആദ്യം ചെയ്തിട്ട് മാത്സ് അവസാനം വെക്കുന്നതാണ് എൻ്റെ ഒപ്പീനിയന്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ അതിനകത്ത് ആൻസർ കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാവുന്നതെല്ലാം ചെയ്തിട്ട് വന്നിട്ട് മാത്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ 4 മണിക്കൂർ വെച്ചാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 1 തൊട്ട് 30 ദിവസമുള്ളതിൽ രാവിലെ 6 തൊട്ട് 7 മണി വരെ ലഘുഗണിതവും മാനസിക ശേഷി വരും. അതിൽ LCM, HCF, ശരാശരി, ലാഭവും നഷ്ടവും, ശ്രേണികൾ എന്നിവ നോക്കണം. അതിൽ രാവിലെ 7 തൊട്ട് 8 വരെ ശാസ്ത്രം. അതിനകത്ത് വിറ്റാമിൻ, മനുഷ്യ ശരീരം, പ്രകാശം, ഊർജം, മൂലകങ്ങൾ ഇവ നോക്കണം. വൈകിട്ട് 6 തൊട്ട് 7:30 വരെ GK. അതിൽ ഭരണഘടന, കേരള ചരിത്രം, ഭൂമിശാസ്ത്രം, ദേശീയ ചിഹ്നങ്ങൾ ഇതെല്ലാം നോക്കണം. രാത്രി 9 തൊട്ട് 10 മണി വരെ ഉള്ളതിനകത്ത് കറണ്ട് അഫയേഴ്സ്, പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം റിവിഷനുമാണ്. ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കണം. അതിന് രാവിലെ പഠിച്ചതെല്ലാം റിവിഷനും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ 1 തൊട്ടൊരു 30 ദിവസം വരെ പോകേണ്ടത്. ഇത് 30 ദിവസത്തെ ടോപ്പിക് വൈസ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച മൊത്തം 4 ആഴ്ചയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് ആഴ്ചയിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ളത് പഠിക്കുക. പിന്നെ വൃട്ട് പഠിക്കുക. പിന്നെ LCM, HCF, മനുഷ്യ ശരീരം. ഭരണഘടന ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ വൃട്ട്, LCM, HCF, മനുഷ്യ ശരീരം. രണ്ടാമത്തെ ആഴ്ചയിൽ കേരള നവോത്ഥാനം, ജില്ലകൾ, ശരാശരി, ശതമാനം, കേരളത്തിലെ വിളകൾ എന്നിവ നോക്കുക. മൂന്നാമത്തെ ആഴ്ചയിൽ ഇന്ത്യ, കേരള, ഭൂമിശാസ്ത്രം, ഇന്ത്യയിലെയും കേരളത്തിലെയും ഭൂമിശാസ്ത്രം, ഫിസിക്സ്, പ്രകാശം, പിന്നെ ലാഭം നഷ്ടം. നാലാമത്തെ ആഴ്ചയിൽ സ്വാതന്ത്ര്യ സമരം, അതിനോടൊപ്പം കെമിസ്ട്രി, ആസിഡുകളും ബേസുകളും അതെല്ലാം, പിന്നെ സമയം, ദൂരം, സീരീസ് ഇവ നോക്കുക. ഡേ 31 തൊട്ട് 60 വരെ ഉള്ളതിനകത്ത് 31 തൊട്ട് 45 വരെയുള്ള ദിവസം ഒരു മോക്ക് ടെസ്റ്റ് വീതം ചെയ്യുക. പിന്നീട് 2 മണിക്കൂർ റിവിഷനും നടത്തുക. ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തതിനകത്ത് നമ്മളത് അനലൈസ് ചെയ്യണം. നമുക്ക് എത്ര മാർക്ക് ഏതൊക്കെ പാർട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ പഠിച്ച് നമുക്ക് ഗുണകരമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് നെഗറ്റീവ് വന്ന ഏത് ഭാഗമാണെന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് റിവിഷൻ ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞ് 46 തൊട്ട് 55 വരെയുള്ള ദിവസവും 2 സെക്ഷണൽ ടെസ്റ്റ് വീതം നടത്തുക. GKയുടെ 60 മാർക്കിനുള്ളത്, മാത്സിൻ്റെ 20 മാർക്ക്, പിന്നെ സയൻസിൻ്റെ 20 മാർക്ക്. അങ്ങനെ നമ്മൾ ഓരോ സെക്ഷണൽ വൈസ് ടെസ്റ്റുകൾ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞ് ഡേ 56 തൊട്ട് 60 വരെയുള്ള നമ്മുടെ ഷോർട്ട് നോട്ട്സ് മാത്രം വായിക്കുക. ഷോർട്ട് നോട്ട്സിനകത്ത് നമ്മൾ ഫോർമുലകൾ, ആർട്ടിക്കിളുകൾ, പിന്നെ റിട്ടുകൾ, പിന്നെ HCMൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ 1 തൊട്ട് 30 വരെയുള്ള വർഗം, ഇങ്ങനെയൊക്കെ ഉള്ളത് എഴുതി വെച്ചിട്ട് അതൊക്കെ ഒന്ന് നോക്കുക. അതാണ് നമ്മുടെ 56 തൊട്ട് 60 വരെയുള്ള ദിവസം നമ്മൾ ചെയ്യേണ്ടത്. അതിൽ 31 തൊട്ട് 60 വരെയുള്ളതിനകത്ത് രാവിലെ 6 തൊട്ട് 7 വരെ ഫുൾ മോക്ക് ടെസ്റ്റ്, 100 മാർക്കിൻ്റെ ചോദ്യം, 75 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് OMR ചെയ്യുക. പിന്നീട് 7 മണി തൊട്ട് 8 മണി വരെ ഈ എക്സാം ചെയ്തതിൻ്റെ അനാലിസിസ് നടത്തണം. അതായത് തെറ്റിയ ചോദ്യങ്ങൾ ഏതൊക്കെ, നമുക്ക് ഏത് പാർട്ടിയിൽ നിന്നാണ് പോയിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്ത് അത് പഠിക്കുക. വൈകിട്ട് 6 തൊട്ട് 7 വരെ വീക്ക് ഏരിയകൾ റിവിഷൻ ചെയ്യുക. തെറ്റിയ സബ്ജക്റ്റ് നോക്കിയിട്ട് അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ നെഗറ്റീവ് വന്നത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാം.
രാത്രി 9 തൊട്ട് 10 വരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ 2019 മുതൽ 2021 വരെയുള്ള ഇങ്ങോട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. പിന്നെ നമ്മളായിട്ട് തയ്യാറാക്കി വെച്ച് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഉള്ള അത് വായിക്കുക. ഞായറാഴ്ച രാവിലെ ആ ആഴ്ച പഠിച്ചത് ഫുള്ള് റിവിഷൻ ചെയ്യുക. ഉച്ചയ്ക്ക് 2019 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. വൈകിട്ട് റെസ്റ്റ് എടുക്കുക. അതിനോടൊപ്പം വീക്കിലി കറണ്ട് അഫേഴ്സ് കൂടെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ GK 60 മാർക്കിൽ നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന 60 മാർക്കാണ്. അതിൽ 45 മാർക്കെങ്കിലും നമ്മൾ എന്ത് വേണം, ടാർഗറ്റ് ചെയ്യണം. നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ GK 60 മാർക്കാണ് നമ്മുടെ ജയപരാജയം തീരുമാനിക്കുന്നത്. അതിൽ 45-ന് മുകളിലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഒരു 60% ആവർത്തിച്ച് വരുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതൊരു 3 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നെഗറ്റീവ് മാർക്ക്, നമുക്ക് ഒരു ക്വസ്റ്റ്യന് 0.33 നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. അതുകൊണ്ട് അറിയാത്തത് ഊഹിക്കാനോ കറുപ്പിക്കാനോ പോകരുത്. പിന്നീട് ഷോർട്ട് നോട്ട്സ്, ആർട്ടിക്കിൾസ്, ഡേറ്റ്സ്, ഫോർമുല എന്നിവ ഒരു ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് റിവിഷൻ ചെയ്യുക. പിന്നീട് 75-ന് മുകളിൽ മാർക്ക് വാങ്ങിക്കണമെന്ന് വേണം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ. അതൊരു സേഫ് സ്കോറാണ്. നമ്മളെല്ലാം ലിസ്റ്റിൽ പെടാനും നല്ലൊരു ജോലി കിട്ടാനുള്ള സേഫ് സ്കോറാണ്. അന്നേരം ആ 75-ന് മുകളിൽ കിട്ടത്തക്ക രീതി വേണം നിങ്ങൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ ക്ലാസ് ചെയ്ത് തരുന്നതാണ്. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.